വെൽക്കം. IQ ഫിസിക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് +2 സുവോളജിയിലെ എക്സാം ഓറിയൻറ്റഡായ ചില ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ എക്സാമൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചിട്ട് നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യണം. അതിന് മുന്നായിട്ട് ഇതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ചാവക്കാട്ടത്തെയും മഞ്ചേരിയിലെയും നിലമ്പൂരിലെയും പിന്നെ ഒറ്റപ്പാലത്തെയും അതേപോലെ കോഴിക്കോടേക്കുള്ള എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഒരു വൈകിയ ഈദാശംസകൾ നേരെയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യം വരാൻ പോകുന്ന ടോപ്പിക്കാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്സ് ഉണ്ട്, ആക്സസറി ഗ്ലാൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലി ഉണ്ട്. ഇതിൽ ടെസ്റ്റിസിന് എപ്പോഴും നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഈ 3 ടൈപ്പ് സെല്ലിനെ കുറിച്ച് മാത്രമായിരിക്കും. സ്പെർമറ്റോഗോണിയ സെൽസ്, അവരുടെ ഫംഗ്ഷൻ എന്താണ്? സ്പേം സിന്തസൈസ് ചെയ്യാന്നാണ്. ഇവരാണ് സ്പേം പ്രൊഡക്ഷൻ സഹായിക്കുന്നത്, ഇവരാണ് സ്പേമായി മാറുന്നത്. സെർട്ടോളി സെൽസ് എന്ത് ചെയ്യുന്നു? സ്പേമിന് ആവശ്യമായ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ലേഡിക് സെൽസ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്? മെയിൽ ആൻഡ്രോജൻസ് ആയ മെയിൽ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ ഈ 3 സെല്ലുകളുടെ പേരും അവയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനും എപ്പോഴും എക്സാമിന് ചോദിക്കാം. ആക്സസറി ഡക്സ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് അതിന്റെ കറക്റ്റ് ഫ്ലോ എഴുതാനാണ്. റീറ്റ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട് ആൻഡ് യുറീത്ര. ഇതെപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആക്സസറി ഗ്ലാൻസ് നമുക്കറിയാം, ഈ 3 ടൈപ്പ് ഗ്ലാൻസ് ആണ്. ഏതൊക്കെയാണ്? പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ്, ദെൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ലാസ്റ്റ് ആയിട്ട് പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻസ്. ഈ 3 ടൈപ്പ് ഗ്ലാൻസ് ആണ് കാണപ്പെടുന്നത്. എക്സ്റ്റേണൽ ജെനിറ്റാലി എന്ന് കാര്യമായിട്ട് ചോദിക്കാൻ പറ്റിയ ടോപ്പിക്കുകളൊന്നും അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വരാൻ പോകുന്ന ആരൊക്കെയാണ്? ഓവറി, ആക്സസറി ഡക്സ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, മാമറി ഗ്ലാൻസ്. ഓവറിന്ന് കാര്യമായിട്ട് എക്സാം ഓറിയന്റഡ് ആയ ടോപ്പിക്കുകളൊന്നും അവിടെ വരുന്നില്ല. ആക്സസറി ഡക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സസറി ഡക്സ് എന്ന് അറിയപ്പെടുന്ന ആരൊക്കെയാണ്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, സെർവിക്സ്, വജൈന എന്നിവയാണ്. ഈ 4 ഭാഗങ്ങളാണ്. ഇതിൽ ഒന്നാമത് ഭാഗമാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിന് 4 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫിംബ്രിയെ, ഇൻഫണ്ടിബുലം, ആംബ്യുല, ഇസ്തമസ്. ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞാൽ ഫണൽ ഷേപ്പ്ഡ് പാർട്ടാണ്. അതിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഫിംബ്രിയന്റെ ഫംഗ്ഷൻ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കളക്ഷൻ ഓഫ് ഓവം ഡ്യൂറിംഗ് ഓവുലേഷൻ. റെഡി. നെക്സ്റ്റ് വൈഡസ്റ്റ് പാർട്ടാണ് ആംബ്യുല, നാരോ പാർട്ടാണ് ഇസ്തമസ്. റെഡി. ഇനി അടുത്ത പാർട്ടാണ് ആര്? യൂട്രസ്. യൂട്രസ് എന്ന് വരാൻ ചോദിക്കാൻ പോകുന്നത് 3 ലെയേഴ്സ് ആണ്. 3 ലെയേഴ്സ് ഓഫ് യൂട്രസ് ഏതൊക്കെയാണ്? ഔട്ടർ ലെയർ, പെരിമെട്രിയം, മിഡിൽ ലെയർ, മയോമെട്രിയം, ഇന്നർ ലെയർ, എൻഡോമെട്രിയം. റെഡി. ഇനി സെർവിക്സ് ആണ് നാരോ ഓപ്പണിംഗ് ഓഫ് യൂട്രസ് ആണ്. ദെൻ വജൈന എന്നാൽ ഓപ്പണിംഗ് ടു ഔട്ട് സൈഡ് ആണ്. വലിയ പ്രശ്നമില്ല. എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ ഒരുപാട് പോയിന്റുകൾ അവിടെ വരുന്നുണ്ട്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ഹൈമനുമായി ബന്ധപ്പെട്ടതാണ്. ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റീവ് ഓഫ് വിർജിനിറ്റി. വൈ? ഇതൊരു ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അവിടെ നമ്മൾ ആൻസർ പറയേണ്ടത് ഹൈമൻ മേ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ സെക്ഷൽ ഇന്റർകോഴ്സ്. ഹൈമൻ മേ ഓൾസോ ബ്രോക്കൺ ബൈ ഇൻസേർഷൻ ഓഫ് വജൈനൽ ടാംപോൺ എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റീവ് ഓഫ് വിർജിനിറ്റി. റെഡിയാണോ? സെക്ഷൻ ഇന്റർകോഴ്സിന് ശേഷവും ഹൈമൻ ചില ആളുകൾ കാണപ്പെടാം. സെക്ഷൻ ഇന്റർകോഴ്സിൽ ഏർപ്പെടാതെയും എന്ത് ചെയ്യാം? ഹൈമന് പൊട്ടിപ്പോവാം. അപ്പോൾ അതുകൊണ്ട് ഹൈമൻ എന്തല്ല? റിലയബിൾ ഇൻഡിക്കേറ്റീവ് അല്ല. ഇതിന് ഏറ്റവും അവസാനം വരുന്നതാണ് മാമറി ഗ്ലാൻസ്. മാമറി ഗ്ലാൻസിൽ നമ്മളോട് എപ്പോഴും ചോദിക്കേണ്ടത് ഈ ഒരു കറക്റ്റ് ഫ്ലോ എഴുതാനാണ്. മാമറി ഗ്ലാൻസ് നിന്ന് മിൽക്ക് പുറത്തേക്ക് വരുന്ന കറക്റ്റ് ഫ്ലോ. മാമറി ആൽവിയോളി, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡക്ട്, മാമറി ആംബുല, ദെൻ ലാക്ടിഫറസ് ഡക്ട്. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ വരാൻ പോകുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ. ശേഷം വരുന്ന ടോപ്പിക്കാണ് സ്പെർമറ്റോജെനിസിസും ഊജെനിസിസും. എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്പെർമറ്റോജെനിസിസ് ആണ്. സ്പെർമറ്റോഗോണിയ സെല്ലുകൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിൽ പറഞ്ഞു. ഈ സ്പെർമറ്റോഗോണിയ സെല്ലുകൾ മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് ഒരുപാട് പ്രൈമറി സ്പെർമറ്റോസൈറ്റുകളായി മാറുന്നു. ഇവരെല്ലാം ആരാണ്? ഡിപ്ലോയിഡ് ആണ്. ഈ അതിലൊരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകളായി മാറുന്നു. ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകൾ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് ഇവർ ആരാണ്? ഹാപ്ലോയിഡ് ആണ്. ഇവ ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് എന്തായി മാറുന്നു? 4 സ്പെർമാറ്റിഡ്സായി മാറുന്നു. ഈ ഓരോ സ്പെർമാറ്റിഡ്സും ഡിഫറൻസിയേഷന് വിധേയമായിട്ട് എന്തായി മാറുന്നു? സ്പെർമറ്റോസോവ അഥവാ സ്പേമായി മാറുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈറ്റോസിസ് ആണ്, ഇവിടെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനാണ്, ഇവിടെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനാണ്, ഇവിടെ സെൽ ഡിഫറൻസിയേഷൻ ആണ്. ഈ സ്റ്റെപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ ആരാ സ്പെർമിയോജെനിസിസ്? എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിഫറൻസിയേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻടു സ്പെർമറ്റോസോവ, അതാണെന്ത്? സ്പെർമിയോജെനിസിസ്. ഇനി ചോദിക്കാനുള്ള സാധനമാണ് സ്പെർമിയേഷൻ. എന്താ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ? ഇത്തരത്തിലുണ്ടായ സ്പേംസ്
നമ്മുടെ ടെസ്റ്റിസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. റെഡിയാണോ? അപ്പോൾ ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഊജെനിസിസ്. ഊജെനിസിസ് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊഗോണിയ സെല്ല്, ഡിപ്ലോയിഡ് ആയ ഊഗോണിയ സെല്ല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാവുന്നു. എന്നിട്ട് ഒരുപാട് പ്രൈമറി ഊസൈറ്റുകളായി മാറുന്നു. പ്രൈമറി ഊസൈറ്റേഴ്സ് എല്ലാം ഡിപ്ലോയിഡ് ആണ്. ഇനി അവരെന്ത് ചെയ്യുന്നു? ഈ പ്രൈമറി ഊസൈറ്റുകളെല്ലാം ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് എന്തായി മാറുന്നു? സെക്കൻഡറി ഊസൈറ്റും ഒപ്പം ഒരു പോളാർ ബോഡിയായി മാറും. ഈ ഹാപ്ലോയിഡ് ആയ സെക്കൻഡറി ഊസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് എന്തായി മാറുന്നു? ഹാപ്ലോയിഡ് ആയ ഓവമായി മാറുന്നു. അതിന് കൂടെ അനദർ പോളാർ ബോഡി ഫോം ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് അഥവാ സ്പെർമാറ്റിഡ്സ് ഉണ്ടായി, അവയിൽ നിന്ന് 4 സ്പേം ഉണ്ടായി. എന്നാൽ ഇവിടെ ഒരു പ്രൈമറി ഊസൈറ്റിന് ഒരൊറ്റ ഓവം മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അത് അതേപോലെ ഫില്ല് ചെയ്യാൻ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ആണെന്ന് കമ്പാരിസൺ ബിറ്റ്വീൻ സ്പെർമറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. ശ്രദ്ധിക്കുക, സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുക പ്യൂബർട്ടി ടൈമിലാണ്. എന്നാൽ ഊജെനിസിസ് എപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു? എംബ്രിയോണിക് സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ എംബ്രിയോണിക് സ്റ്റേജിൽ നിന്നും അതിൻ്റെ പ്രോഫേസ് 1 എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ അത് ടെമ്പറേറ്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യപ്പെടാണ് പ്യൂബർട്ടി ടൈമിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. പക്ഷേ ടെമ്പറേറ്റ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്യൂബർട്ടി ടൈമിൽ വെച്ചിട്ടാണ്. പറഞ്ഞ പോലെ ഇവിടെ ടെസ്റ്റിസിൽ വെച്ച് നടക്കുന്നു, ഓവറിൽ വെച്ച് നടക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? സ്പെർമറ്റോജെനിസിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും 4 സ്പേമുകൾ ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്നും ഒരു സിംഗിൾ ഓവം മാത്രമാണ് ഉണ്ടാകുന്നത്. പിന്നെ സ്പെർമറ്റോജെനിസിൽ പോളാർ ബോഡി ഫോർമേഷൻ ഇല്ല. എന്നാൽ ഊജെനിസിൽ ഇതാ ഇവിടെ പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഇനി അടുത്ത നമ്മളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്, ചോദ്യമാണ് റോൾ ഓഫ് FSH ആൻഡ് LH ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ അഥവാ GnRH എന്ന ഹോർമോൺ നേരെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിൽ എത്തുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഗൊണാഡോട്രോപ്പിൻസ് ആയ FSHനെയും LHനെയും റിലീസ് ചെയ്യുന്നു. മെയിൽസിൽ ഈ FSH നേരെ സെർട്ടോളി സെൽസിൻ്റെ അടുത്ത് പോകുന്നു. അവിടെ വെച്ചിട്ട് ഫെസിലിറ്റേറ്റ് സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ് നമ്മൾ പറഞ്ഞു ഡിഫറൻസിയേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻടു സ്പെർമറ്റോസോവയാണ്. ഓക്കെ. LH നേരെ ലേഡിക് സെൽസിൽ പോകുന്നു. ലേഡിക് സെൽസിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സിന്തസിസ് ഓഫ് മെയിൽ ആൻഡ്രോജൻസിനെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുക. റെഡി? ഇനി ഫീമെയിൽസിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഹൈപ്പോതലാമസ് GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിൽ വരുന്നു. അവിടുന്ന് ഗൊണാഡോട്രോപ്പിൻസ് ആയ FSHും LHും റിലീസ് ചെയ്യപ്പെടുമ്പോൾ FSH നേരെ ചെല്ലുക നമ്മുടെ ഓവറിൻ്റെ ഉള്ളിലാണ്. ഇങ്ങോട്ട് ഓവറിൽ വെച്ചിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്, പ്രൈമറി ഫോളിക്കിൾസിന് സെക്കൻഡറി, ടെർഷറി, അതുവഴി ഗ്രാഫിയൻ ഫോളിക്കിൾ ആക്കുക എന്നുള്ളതാണ് FSHൻ്റെ ഫംഗ്ഷൻ. രണ്ടാണ് LHൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓവുലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു? 14ാമത്തെ ദിവസം LH സർജറി ഉണ്ടാക്കിയിട്ട് ഗ്രാഫിയൻ ഫോളിക്കിനെ റപ്ചർ ചെയ്യിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഡ്യൂസ് ഓവുലേഷനും അതേപോലെ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയവുമാണ് ആരുടെ ഫംഗ്ഷൻ? LHൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതുമാണ് അടുത്ത് നമ്മളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളോട് എക്സാമിന് എഴുതാൻ പറയുന്നത്. റെഡിയാണോ? അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് സ്പേമും സ്ട്രക്ചർ ഓഫ് ഓവും. സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് സ്പേമിൻ്റെ ബോഡി ആകെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് എൻവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. ശേഷം 3 ഭാഗങ്ങളാണ് മെയിനായിട്ട് വരുന്നത്: ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ. ഹെഡിൽ വരാൻ പോകുന്നത്, ഹെഡിൽ വരേണ്ട ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ അക്രോസോം എന്നൊരു ക്യാപ്പിലേക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനുള്ളിൽ പിന്നെ ചില ലൈറ്റിക് എൻസൈംസ് ആയ ഹയാലുറോണിഡേസ് പോലുള്ള ആളുകളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ദെൻ മിഡിൽ പീസിൽ എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്, എനർജി പ്രൊഡക്ഷൻ. ടെയിൽ എന്ത് ചെയ്യുന്നു? ലോക്കോമോഷൻ ഓഫ് സ്പേമിനെ സഹായിക്കുന്നു. റെഡി? ഈ ഡയഗ്രം തന്നിട്ട് പാർട്സ് ലേബൽ ചെയ്യാൻ ചോദിക്കാം. നെക്സ്റ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ഓവം. ഓവത്തിൻ്റെ സ്ട്രക്ചറിൽ അപ്പുറം ഓവത്തിന് 4 ലെയറുകളാണ് വരാൻ പോകുന്നത്. ആ 4 ലെയറുകൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് 4 ലെയർ? പ്ലാസ്മ മെംബ്രെയിൻ, വിറ്റലൈൻ മെംബ്രെയിൻ, സോണ പെലുസിഡ, കൊറോണ റേഡിയേറ്റ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കാണത് മെൻസ് സൈക്കിൾ. മെൻസ് സൈക്കിളിൽ വരാൻ പോകുന്ന 2 വാക്കുകളാണ് മെനാർക്കും മെനോപോസും. എന്താ മെനാർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആഫ്റ്റർ പ്യൂബർട്ടി. എന്താ മെനോപോസ് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് അറൗണ്ട് 50 years ഓഫ് ഏജ്. അതാണത് മെനോപോസ്. നെക്സ്റ്റ് 4 ഇവൻറ്റ്സ് ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ 4 ഫേസ് ആണ് വരാൻ പോകുന്നത്: ബ്ലീഡിംഗ് ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലുട്ടിയൽ ഫേസ്. ബ്ലഡ് പുറത്ത് വരുന്ന ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലീഡിംഗ് ഫേസ്. അവിടുന്ന് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ മേ ബി ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. വൈ? ഒരാൾക്ക് ബ്ലീഡിംഗ് സംഭവിക്കുന്നില്ല എങ്കിൽ അത് എന്തിൻ്റെ സൂചനയാവാം? പ്രഗ്നൻസിയുടെ സൂചനയാവാം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ നിങ്ങളോട് കൊടുക്കുന്നത് ഓൾ ഇവൻറ്റ്സ് ഓഫ് മെൻസ് സൈക്കിൾ സ്റ്റോപ്സ് ബൈ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷനോട് കൂടെ മെൻസ് സൈക്കിളിലെ എല്ലാ ഇവൻറ്റ്സും സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റീവ്, ഇറ്റ് മേ ബി ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. റെഡി? നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോർമോൺ ആക്ച്വലി പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്? ഗൊണാഡോട്രോപ്പിൻസ് ആയി FSHും LH ഉണ്ടാകുന്നുണ്ട്. അതിൽ FSH എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൈമറി ഫോളിക്കിളിനെ സെക്കൻഡറി ഫോളിക്കിൾ, അതിനെ ടെർഷറി ഫോളിക്കിൾ, അതിനെ മെച്ചർ ഗ്രാഫിൻ ഫോളിക്കിൾ ആക്കി ഡെവലപ്പ് ചെയ്യിക്കുന്നു.
ആര് FSH. ഈ ഒരു ഡെവലപ്മെന്റ് ഫലമായിട്ട് അവിടുന്ന് ആരുണ്ടായി വരുന്നു ഈസ്ട്രോജൻ ഉണ്ടായി വരുന്നു. ഈ ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നു നമ്മുടെ എൻഡോമെട്രിയത്തെ പ്രോലിഫറേറ്റ് ചെയ്യുന്നു. അതോ പ്രോലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം. റെഡി. ഇനി എന്ത് ചെയ്യുന്നു ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഇപ്പൊ എന്തുണ്ടായിട്ടുണ്ട് ഗ്രാഫിൻ ഫോളിക്കിൾ ഉണ്ടായിട്ടുണ്ട്. LH സർജിന്റെ കാരണമായിട്ട് ആ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, പൊട്ടുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആര് പുറത്തിറങ്ങുന്നു ഓവം പുറത്തിറങ്ങുന്നു. യഥാർത്ഥത്തിൽ സെക്കൻഡറി ഊസൈറ്റ് ആയ ഓവം പുറത്തിറങ്ങുന്നു. റെഡി. അതിന്റെ ശേഷം വരുന്ന ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു കോർപ്പസ് ലുട്ടിയമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. റെമനൻസ് റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിളിന്റെ റെമനൻസ് അഥവാ റിമൈനിങ്സ് അവശിഷ്ടങ്ങൾ കോർപ്പസ് ലുട്ടിയായിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലുട്ടിയം കാണപ്പെടുന്ന ഫേസ് ആണെന്ത് ലുട്ടിയൽ ഫേസ്. ഈ കോർപ്പസ് ലുട്ടി ആരുണ്ടാക്കുന്നു പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്നു. ഈ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നു നമ്മുടെ എൻഡോമെട്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു. റെഡിയാണോ? അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാം ഗാമറ്റോജെനിസിസ് എന്ന ഫസ്റ്റ് ഇവന്റിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ. എന്താ നമ്മളെ സ്പേമിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. അവിടെ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ദെൻ ഫെർട്ടിലൈസേഷൻ. എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂഷൻ നടക്കുന്നത് ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ്. ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഓവത്തിന് 4 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 ലെയർ ഇങ്ങനെ തുളച്ചിട്ട് ആര് ഉള്ളിലേക്ക് കയറും നമ്മുടെ സ്പേം ഉള്ളിലേക്ക് കയറും. അതിനയാളെ സഹായിക്കേണ്ടത് അക്രോസോമിൽ കാണപ്പെടുന്ന എൻസൈംസ് ആണ്. ദെൻ ഉള്ളിൽ കയറി ഉടനെ തന്നെ നമ്മുടെ സോണ പെലുസിഡ എന്ന ലെയറിന്റെ തിക്നെസ് കൂടുകയും അയാൾ എൻട്രി ഓഫ് മൾട്ടിപ്പിൾ സ്പേംസിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അഥവാ പോളിപ്ലോയിഡി പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്പേമി പ്രിവെന്റ് ചെയ്യുന്നു, പോളിസ്പേമി പ്രിവെന്റ് ചെയ്യുന്നു. ആ ലെയറിന്റെ പേരാണ് സോണ പെലുസിഡ. ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കട്ടോ. നെക്സ്റ്റ് ആണ് ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്തു നമ്മുടെ ഫ്യൂഷൻ നടന്നതോടുകൂടി അവിടെ സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് ഇനി ഡിവൈഡ് ചെയ്യാൻ പോകണം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ആദ്യം ചെയ്യുന്നു 2 ബ്ലാസ്റ്റോമിയർ ആവുന്നു, 4 ബ്ലാസ്റ്റോമിയർ ആവുന്നു, 8 ബ്ലാസ്റ്റോമിയറുള്ള സ്റ്റേജ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോറുല. ദെൻ ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാസ് ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് ആവുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിന്റെ സ്ട്രക്ചർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 ലെയറിലായിട്ടാണ്. ഒരു ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ ലെയറായ ഇന്നർ സെൽമാസും. ട്രോഫോബ്ലാസ്റ്റ് ആണ് ഭാവിയിൽ എന്തായി മാറുക പ്ലാസെന്റ ആയി മാറുക. ഇന്നർ സെൽമാസ് ആണ് എന്തായി മാറുക ഭാവിയിൽ ഫീറ്റസ് ആയി മാറുക. ഇനി അടുത്ത സ്റ്റെപ്പ് ക്ലീവേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ. എന്താ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് നമ്മുടെ യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ എൻഡോമെട്രിയത്തിലേക്ക് ആരും അറ്റാച്ച് ചെയ്യുന്നു നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ഈ ട്രോഫോബ്ലാസ്റ്റും എൻഡോമെട്രിയത്തിന്റെ സെല്ലുകളും കൂടി തമ്മിൽ ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ പ്ലാസെന്റ എന്നൊരു സ്ട്രക്ചർ ഫോം ചെയ്യിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഉണ്ടായി വരുന്ന ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലൈ. ഈ കോറിയോണിക് വില്ലൈ എൻഡോമെട്രിയൽ സെൽസുമായിട്ട് ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്തായി മാറുക പ്ലാസെന്റ ആയിട്ട് മാറുക. ഈ പ്ലാസെന്റിന്റെ ഫംഗ്ഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്നെന്താണ് നമ്മളുടെ ഫീറ്റസിന് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഫീറ്റസിൽ ഉണ്ടായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റും തിരിച്ച് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് മദർ ബ്ലഡിനും ഫീറ്റൽ ബ്ലഡിനും ഇടയിൽ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുക. നെക്സ്റ്റ് ഇയാളെ കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നു. ഇയാളൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നു. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ പ്ലാസെന്റൽ ഹോർമോൺസ്. പ്ലാസെന്റയിൽ ഉണ്ടായി വരുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? 4 ഒന്ന് HCG അഥവാ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, 2 HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, 3 ഈസ്ട്രോജൻ, 4 പ്രൊജസ്ട്രോൺ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത സ്റ്റെപ്പാണ് ജസ്റ്റേഷൻ. എന്താ ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗർഭം ധരിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ. എത്ര മാസമാണ്? 9 മാസമാണ്. അതിന് നമ്മൾ ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് 3 ട്രൈമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാസത്തിലും വരുന്ന മാറ്റങ്ങൾ NCERT-ലുണ്ട്. അത് എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ആദ്യത്തെ മാസത്തിൽ ഫസ്റ്റ് മന്തിൽ എന്ത് ചെയ്യുന്നു ഹാർട്ട് ഫോം ചെയ്യുന്നു. സെക്കൻഡ് മന്തിൽ ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഫോം ചെയ്യുന്നു. തേർഡ് മന്തിൽ ലിംസ് ആൻഡ് ഡിജിറ്റ്സ് വെൽ ഡെവലപ്പ് ചെയ്യുന്നു. എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസും വെൽ ഡെവലപ്പ് ചെയ്യുന്നു. ഫിഫ്ത്ത് മന്തിൽ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദി ബേബി, ദെൻ അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്, തലയിൽ മുടി വരുന്നു. 6th മന്തിൽ വരാൻ പോണത് ബോഡി കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്, ശരീരത്തിൽ ആകെ രോമങ്ങൾ വരുന്നു. ദെൻ ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു, ഐലാഷസ് ഫോം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് 6th മന്തിൽ ഉണ്ടാകാൻ പോണത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറിയാണ്. ഡെലിവറി നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫീറ്റസും അതേപോലെ പ്ലാസെന്റയും കൂടിയിട്ട് എന്തുണ്ടാക്കുന്നു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് കാരണം എന്ത് ചെയ്യുന്നു യൂട്രസിൽ മൈൽഡ് കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു. ആ മൈൽഡ് കോൺട്രാക്ഷൻസ് കാരണം ഉണ്ടാകുന്ന സിഗ്നൽ നേരെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹൈപ്പോതലാമസിൽ പോവുകയും ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്ന ഓക്സിറ്റോസിനെ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ആ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന് വരുന്ന ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു നമ്മുടെ യൂട്രസിനുള്ളിൽ സ്ട്രോങ് ആയ മസ്കുലർ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുകയും അതുവഴി ഡെലിവറി പോസിബിൾ ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെലിവറിക്ക് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. റെഡിയാണോ? ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും അവസാനം വരുന്നതാണ് ലാക്ടേഷൻ. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്, കുട്ടിക്ക് പാല് കൊടുക്കുന്നതാണ്. അവിടെ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ വരാൻ പോകുന്ന ആ മഞ്ഞ കളറുള്ള പാൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോളസ്ട്രോം.
കൊളസ്ട്രോൾ എന്താണ്? റിച്ച് ഇൻ IgA ആന്റിബോഡീസ്. കൊളസ്ട്രോൾ ഈസ് റിച്ച് ഇൻ IgA ആന്റിബോഡീസ്. റെഡിയാണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ. എക്സാമിന് വേണ്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.